ആഘോഷാരവങ്ങൾക്കിടെ അപ്രതീക്ഷിതമായെത്തിയ സ്ഫോടനം മുണ്ടത്തിക്കോടിനെ ഒരു ചുടുകാടാക്കി മാറ്റിയിരിക്കുകയാണ്. തൃശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ സർവ്വതും തകർന്നു തരിപ്പണമായി. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങളും കാണാതായവർക്കായുള്ള തിരച്ചിലുമാണ് നാടിനെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ ആശ്വാസവും ആശങ്കയും കലർന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന വിഷ്ണു എന്ന യുവാവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായത് ആശ്വാസകരമാണ്. എന്നാൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് കരാറുകാരനായ മുണ്ടത്തിക്കോട് സതീഷിന്റെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അദ്ദേഹത്തെ ഡയാലിസിസിന് വിധേയനാക്കാൻ പോലും നിലവിൽ സാധിച്ചിട്ടില്ല. പരിക്കേറ്റ മറ്റ് രണ്ടുപേരെ ഇപ്പോൾ ഡയാലിസിസിന് വിധേയരാക്കി വരികയാണ്. നിലവിൽ വിവിധ ആശുപത്രികളിലായി ആകെ 11 പേരാണ് ദുരന്തത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നത്. സ്ഫോടനത്തിൽ കാണാതായ ഗിരീഷിന്റെ വീട്ടിൽ നിന്നും മറ്റൊരു സങ്കട വാർത്ത കൂടി പുറത്തുവരുന്നു. മകനെ കാണാതായതിലുള്ള കടുത്ത മാനസിക വിഷമത്തെ തുടർന്ന് ഗിരീഷിന്റെ അമ്മ ഗൗരി അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇവർ അപകടത്തിന്റെ തലേ ദിവസമാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. മകനെ കുറിച്ചുള്ള വിവരമില്ലെന്നറിഞ്ഞത് ഗൗരിയെ തളർത്തിക്കളഞ്ഞു. ഇവരുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും പാടശേഖരങ്ങളിൽ നിന്നുമായി തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇവ ആരുടേതാണെന്ന് കൃത്യമായി ഉറപ്പുവരുത്തുന്നതിനായുള്ള DNA പരിശോധനകൾ ഇന്ന് നടക്കും. 4 പേരെ കാണാനില്ലെന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെടുത്ത ശരീരഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് തീരുമാനം. അടിയന്തര സ്വഭാവത്തോടെ നടക്കുന്ന ഈ പരിശോധനകളുടെ ഫലം നാളെയോ മറ്റന്നാളോ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെടിക്കെട്ട് ദുരന്തത്തിന്റെ ഗൗരവം പരിഗണിച്ച് സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുന്നതിനായി ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമെന്നും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും സർക്കാർ തന്നെ വഹിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ അപകടമാണ്. ആഘോഷങ്ങൾക്കായി തയ്യാറാക്കിയ വെടിക്കെട്ടുപുര പെട്ടെന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ അതൊരു നാടിന്റെ ആകെ സമാധാനം തകർത്തു. 11 പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുമ്പോഴും സതീഷിനെ പോലെയുള്ളവരുടെ ഗുരുതരാവസ്ഥ ആശങ്കയായി തുടരുന്നു. അപകടത്തിൽ മകനെ കാണാതായ ദുഃഖത്തിൽ മരിച്ച ഗൗരിയമ്മയുടെ വിയോഗം ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവരുമെന്നും ഇത്തരം ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുമെന്നും പ്രത്യാശിക്കാം.